മരണം ഒരു അവസാനമല്ലെന്ന് ലോകത്തിന് മുഴുവനും കാണിച്ചു കൊടുത്ത കർത്താവായ യേശുക്രിസ്തു മരണത്തിലൂടെ ഒന്നും അവസാനിക്കുകയല്ല, ദൈവസഭ അവിടെ ജനിക്കുകയാണെന്ന് ലോകത്തെ മുഴുവൻ കാണിച്ച കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യാശ നിറഞ്ഞു നിൽക്കുന്ന ഈ സമയത്തിൽ പ്രിയ ജിജിൻ മോൻ്റെ ഈ ഭൂമിയിലുള്ള ശുശ്രൂഷ തികച്ചുള്ള ആ ഭവനത്തിലേക്ക് താൻ എത്തിയിരിക്കുന്നു. എന്നാൽ തൻ്റെ ഭൗതിക ശരീരത്തെ ആദരവോടെ ശുശ്രൂഷിക്കുന്ന ഈ സമയം ഞാൻ ഓർത്തു പോവുകയാണ്. ഈ വാർത്ത അറിഞ്ഞ അന്നു മുതൽ എനിക്ക് നന്നായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഹൃദയമായിട്ട് ആ മകൻ എത്ര അടുത്ത് ആയിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ ജീവിതത്തിലും ദൈവം എനിക്ക് നൽകിയ എല്ലാ നല്ല ഗാനങ്ങളുടെ പിൻപിലും അത് മനോഹരമാക്കാൻ, അത് അനേകർക്ക് പ്രയോജനമാക്കാൻ പ്രിയ ജിജിൻ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. എൻ ജീവനേക്കാളും ദിനവും യേശുവിൻ്റെ കൂടെ അങ്ങേക്കാൾ വേറെ ഒന്നിനെയും ഞങ്ങൾ ഇതുവരെ എത്തുവാൻ ഉപയോഗിക്കണമേ, ഇനിയും എന്നെ തുടങ്ങിയ എല്ലാ ഗാനങ്ങളുടെ പിൻപിലും ജിജിൻ മോൻ്റെ ലൂടെ വ്യാപരിച്ച ആ വലിയ അഭിഷേകമുണ്ടായിരുന്നു. നന്ദിയോടെ കർത്താവിന് നന്ദി പറയുകയാണ്. ഈ 2 ദിവസങ്ങളിൽ അധികം ഈ വിഷയം ഓർത്ത് പ്രാർത്ഥിക്കാൻ കർത്താവ് സഹായിച്ചു. പ്രിയ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും, അപ്പോൾ തന്നെ ദൈവം എഴുന്നേൽപ്പിച്ച ആ അനുഗ്രഹിക്കപ്പെട്ട സഭ ടീച്ചർ പാസ്റ്ററെയും ചർച്ചസിനെയും ഓർത്ത് പ്രാർത്ഥിക്കുവാനും ഒക്കെ കർത്താവ് ഈ ദിവസങ്ങളിൽ ഞങ്ങളെ നിർബന്ധിച്ചു. ദാവീദ് തൻ്റെ ജീവിതകാലത്ത് ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ ചെയ്ത് കർത്താവിൽ നിദ്ര പ്രാപിച്ചു. തനിക്കൊരു പകരക്കാരനില്ലായിരുന്നു, കാരണം തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ അദ്ദേഹം പൂർത്തീകരിച്ചു. എന്നാൽ ഏലിയാവ് തൻ്റെ ശുശ്രൂഷ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഭൂമിയിൽ നിന്ന് യാത്രയായി ഹസായേലിനെയും യേഹുവിനെയും താൻ അഭിഷേകം ചെയ്തില്ല. എന്നാൽ തൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ ഏലീശയെ ദൈവം ഉപയോഗിച്ചു. ആ ശുശ്രൂഷയെ പൂർത്തീകരിപ്പാൻ ദൈവം ഒരു പകരക്കാരനെ എഴുന്നേൽപ്പിച്ചു. ചിലർ തങ്ങളുടെ ശുശ്രൂഷ പൂർത്തീകരിച്ചു, പൂർത്തീകരിക്കാത്ത ചിലരെ അത് പൂർത്തീകരിക്കാൻ ദൈവം ചിലരെ എഴുന്നേൽപ്പിച്ചു. എന്നാൽ തന്നിലൂടെ തന്നെയാണ് ആ ശുശ്രൂഷയെ ദൈവം പൂർത്തീകരിക്കാൻ ആഗ്രഹിച്ചു എങ്കിൽ നൈലിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചവനും ലാസറിനെ ഉയർപ്പിച്ചവനും യായിറോസിന്റെ തലമുറയെ ഉയർപ്പിച്ച ദൈവം ഇന്നും ജീവനോടെ ഉള്ളതിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അവൻ തൻ്റെ പ്രവൃത്തികൾ ചെയ്യും. അങ്ങനെ ഒരു കാര്യമുണ്ടെങ്കിൽ ഇന്നും അത്ഭുതങ്ങൾ തീർന്നിട്ടില്ലെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. അവൻ അത്ഭുതങ്ങളുടെ ദൈവമായി തന്നെ തുടരുന്നതിനായി സ്തോത്രം. അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷയെ അദ്ദേഹം പൂർത്തീകരിച്ചു എന്ന് തന്നെയാണ്. ഇന്നലെ രാത്രിയിൽ ഈ വാർത്തയറിഞ്ഞ് ഞങ്ങൾ കുടുംബമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. രാത്രിയിൽ എൻ്റെ അമ്മ പ്രാർത്ഥനയ്ക്ക് ഞങ്ങളെല്ലാം കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അമ്മ ഒരു സ്വപ്നം, ഒരു ദർശനം പറഞ്ഞു. അതിങ്ങനെയായിരുന്നു: ഒരു ഫലമായ ഒരു ഫലം, അതിൽ 1000കണക്കിന് മുളച്ച വിത്തുകളുള്ള ഒരു ഫലം. അതാണ് അമ്മ കണ്ട ഒരു സ്വപ്നം. എന്നിട്ട് അമ്മ ഇങ്ങനെ പറഞ്ഞു: 1000കണക്കിന് വിത്തുകൾ, 10,000കണക്കിന് വിത്തുകൾ ദൈവരാജ്യത്തിൽ ഫലമേറിയ മരങ്ങളായി എഴുന്നേറ്റ് വരുവാൻ പോകുകയാണ്. വിശ്വസിക്കുന്നു, ഒന്നും തീർന്നിട്ടില്ല.
ഭാരതസഭയ്ക്ക് ഇനിയും ശക്തരായ ദൈവകൃപ നിറഞ്ഞ അനേക അഭിഷക്തന്മാരെയും എഴുന്നേൽപ്പിക്കും. യുവതലമുറകൾ എഴുന്നേൽക്കുമെന്ന് ആത്മാവിൽ പ്രത്യാശിക്കുന്നു. സകല ബുദ്ധിയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനത്താൽ ഏവരെയും ആശ്വസിപ്പിക്കുന്നവൻ ഇവിടെ ഉള്ളത് കൊണ്ട് അവന്റെ ആശ്വാസത്താൽ നമുക്ക് ആശ്വസിക്കാം. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ആ പ്രത്യാശയുടെ അടിസ്ഥാനത്തിൽ അടിത്തറയിൽ നിന്നുകൊണ്ട് നമുക്ക് ആശ്വസിക്കാം. ദൈവം ഏവരെയും തൻ്റെ വചനത്താലും തൻ്റെ ആത്മാവിനാലും തൻ്റെ വലിയ സാന്നിധ്യത്താലും ആശ്വസിപ്പിക്കട്ടെ. ആമേൻ.